ഹലോ എവരിവൺ, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലാണ്. നിങ്ങളിൽ പലരും നീറ്റ് എക്സാം എഴുതാൻ പോകുന്നവരായിരിക്കും. നിങ്ങളുടെ പ്രിപ്പറേഷൻ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഈ സമയത്ത് ഏതൊരു ആസ്പിരൻസും കടന്നു പോകുന്ന കുറച്ച് സ്റ്റേജുകളാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. പലരും ഇപ്പോൾ ഡിപ്രസ്ഡ് ആയിരിക്കാം, വിചാരിച്ച പോലെ മോക്ക് ടെസ്റ്റിൽ മാർക്ക് കിട്ടുന്നുണ്ടാവില്ല. പലരും ഒരു ആങ്സൈറ്റി മോഡിലോട് പോയിട്ടുണ്ടാവാം, അതവരെ പല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ടാവാം. അല്ലെങ്കിൽ പലർക്കും ഫീൽ ചെയ്യുക അവരുടെ സെൽഫ് കോൺഫിഡൻസ് കുറഞ്ഞതായിട്ട് തോന്നുന്നുണ്ടാവും. ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഈ 1 മന്ത് കൊണ്ട് ഞാൻ എങ്ങനെ ഈ പോർഷൻസ് കവർ ചെയ്യും, എങ്ങനെ എനിക്ക് ഒരു സീറ്റ് കിട്ടിംഗ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജിലോട്ട് കയറാൻ കഴിയും, ഇങ്ങനെ ചിന്തിക്കുന്ന പലരും ഉണ്ടാവാം. ഇത് അബ്സല്യൂട്ട്ലി നോർമലാണ്. പക്ഷേ ഈ കാര്യത്തിൽ നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ട് നമ്മളതിന് സൊല്യൂഷൻ കണ്ടെത്തി നമ്മളത് വർക്കൗട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ ആദ്യം പറയട്ടെ, ഇതൊരു ജസ്റ്റ് ഒരു മോട്ടിവേഷൻ വീഡിയോ ആയിരിക്കില്ല. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ടൂൾസ് തരുന്നൊരു വീഡിയോ ആയിരിക്കും. സോ നിങ്ങളത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചേഞ്ച് ഉണ്ടാവും. അതെന്താണ്, അതിൻ്റെ റീസൺ എന്താണ്, അതിൻ്റെ എന്തായിരിക്കും റിസൾട്ട് തരിക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾ മുഴുവനായിട്ട് ഇത് കാണുക. അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം നിങ്ങൾ സജസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ പല വീഡിയോസിൻ്റെ കമൻറ്റ് സെക്ഷനിലും കണ്ട ഒരു മെയിൻ ഇഷ്യൂ ആണിത്. പല സ്റ്റുഡൻസ് പല രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം ഒരു സൊല്യൂഷനായിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഓക്കെ, സോ ഞാൻ അതിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു സംഭവം പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മളൊരു മെൻറ്ററിങ് പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മുടെ മെയ്യിലാണ് നമ്മുടെ എക്സാം വരുന്നത്. നമുക്ക് ഏകദേശം 1 മന്താണുള്ളത്. ഈ 1 മന്തിൽ സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മെൻറ്ററിങ് പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതിന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സെപ്പറേറ്റ് വാട്സപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ടായിരിക്കും. അത് ലിങ്കിൽ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അത് പിൻ ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും അത് എന്ത് ചെയ്യുക, അതിൽ ജോയിൻ ചെയ്യുക. സോ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, മെൻറ്ററിങ് ഗ്രൂപ്പിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഓൾറെഡി നിങ്ങൾ പല ക്രാഷിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ റിപ്പീറ്റർ ആയിരിക്കും, നിങ്ങൾ സെൽഫ് പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. സോ നിങ്ങൾ ഒരു കണ്ടൻറ്റ് ഒരു സൈഡിൽ നിങ്ങൾ ചെയ്തു പോകുന്നുണ്ടാവും. സോ കണ്ടൻറ്റ് പഠിക്കുക എന്നുള്ളത് എന്താണ്, ഇതിൻ്റെ ഈ പ്രിപ്പറേഷൻ്റെ ഒരു സിംഗിൾ പാർട്ട് മാത്രമാണ്. ഈ ഗൈഡൻസ് അല്ലെങ്കിൽ മെൻറ്ററിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾ പലതരത്തിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടാവുക. അത് ചില ആളുകൾ കണ്ടൻറ്റിലായിരിക്കാം, ചില ആളുകൾക്ക് മറ്റുള്ള ലേണിംഗ് മെത്തേഡ്സിലായിരിക്കാം. സോ ചില ആളുകൾ ഇപ്പോഴും പാസീവ് ലേണിംഗ് മെത്തേഡ്സ് ഫോളോ ചെയ്യുന്നുണ്ടാവും, അവരത് ആക്റ്റീവ് ലേണിംഗ് ചെയ്യേണ്ടി വരും. ചില ആളുകൾക്ക് ഡാറ്റാസ് ഓർത്ത് വെക്കാൻ കഴിയുന്നില്ല. എക്സാം ഹാളിലോട്ട് കയറുമ്പോൾ അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ പഠിച്ച കാര്യങ്ങളൊന്നും ഓർമ്മയിൽ വരുന്നില്ല. മറ്റുള്ളവർക്ക് എന്ത് പറയുക, നമുക്ക് കാൽക്കുലേഷനിലുള്ള പ്രോബ്ലം ആയിരിക്കാം. ചില ആളുകൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് പ്രോബ്ലം ആയിരിക്കാം. അല്ലെങ്കിൽ ഇതൊന്നുമല്ല, ചില ആളുകൾക്ക് ഞാനിതുപോലെ പറഞ്ഞ പോലെ എന്തെന്നറിയില്ല, ഒരു മൂഡ് ചേഞ്ച് ഫീൽ ചെയ്യുന്നു, ഡിപ്രസ്ഡ് ആവുന്നു, ആങ്സൈറ്റി, കാരണം ഒന്നും അറിയില്ല. സോ ഇത്തരത്തിൽ ഫേസ് ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. അതാണ് എനിക്ക് മനസ്സിലായത്. സോ അതിനൊരു അൾട്ടിമേറ്റ് സൊല്യൂഷൻ എന്നുള്ള നിലയിലാണ് ഈ മെൻറ്ററിങ് പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾ എവിടെ പഠിച്ചോട്ടെ, ഒരു പ്രശ്നമില്ല, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യൂ. പക്ഷേ നിങ്ങൾക്ക് ഒരു മെൻറ്ററിങ് എന്നുള്ള പ്രോഗ്രാമിൽ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വീക്കിലി അറ്റ്ലീസ്റ്റ് 1 സെഷൻ, സിംഗിൾ സെഷൻ ഉണ്ടായിരിക്കും. മിക്കവാറും അത് സൂമിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മിക്കവാറും ഒരു ഗൂഗിൾ ഫോം കിട്ടും. അതിൽ നിങ്ങൾ ഏത് ക്ലാസ് ആണെന്ന് മെൻഷൻ ചെയ്യുക. നിങ്ങൾ റിപ്പീറ്റർ ആണോ, അല്ലെങ്കിൽ നിങ്ങൾ +2 ഇപ്പോൾ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തവരാണോ, എന്താണെന്നുള്ള കാര്യങ്ങൾ ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങളെ പേഴ്സണലായിട്ട് മനസ്സിലാക്കാനും അതിനനുസരിച്ച് ഗൈഡൻസ് തരാനും വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, നമുക്ക് പലപ്പോഴും നമ്മൾ കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്ത് ചെയ്യുമ്പോഴാണ് അത് പ്രശ്നമാകുന്നത്. പക്ഷേ ഒരാൾ അത് മനസ്സിലാക്കിയിട്ട്, പുറത്തുനിന്ന് മനസ്സിലാക്കിയിട്ട് ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് ഗൈഡൻസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജേർണി ഒന്നുകൂടി ഈസിയാവും. കാരണം പലപ്പോഴും നമ്മൾ ഇമോഷൻസ് പുറത്താകുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല. പക്ഷേ അതിനുള്ള ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ അത് നിങ്ങൾ ഗൈഡ് ചെയ്യാനുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും. സോ മേക്ക് ഷുവർ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. സോ ഡെഫിനറ്റ്ലി നമ്മൾ സെപ്പറേറ്റ് സെഷൻ അതിൽ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാം. ഓക്കെ, സോ ഞാനിവിടെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് നോർമലി സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ഒരു 90%, ഏകദേശം എല്ലാ സ്റ്റുഡൻസും എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഫേസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പലരും പല ഡിഗ്രിയിലായിരിക്കും ഫീൽ ചെയ്യുക എന്നുള്ളത് മാത്രം. ഓക്കെ, ഈവൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും അവർക്ക് സ്റ്റിൽ അവർക്കൊരു ഒരു സെൽഫ് ഡൗട്ടും കാര്യങ്ങളൊക്കെ വരാം, അല്ലെങ്കിൽ പലപ്പോഴും മാർക്ക് കുറയുമ്പോൾ ഒരു ഇത് വരാം. സോ എല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ട്, പല ഡിഗ്രിയിൽ ഫേസ് ചെയ്യുന്നു. സോ അതിനെല്ലാം ഉള്ള കുറച്ച് ടൂൾസാണ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ തരുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ
ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇനി നമ്മൾ ഇതിൻ്റെ സൊല്യൂഷനോട് കിടക്കണം. ഞാൻ ഏകദേശം നിങ്ങൾക്കൊരു 3 to 4 ടൂൾസ് ഞാൻ ഇതിൽ പറഞ്ഞു തരുന്നു നിങ്ങൾക്ക്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ പ്രിപ്പറേഷനിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റ് ഒരുപാട് ലോ ആവുന്നുണ്ട്. കാരണം പലപ്പോഴും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെയുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മെൻ്റൽ സ്റ്റേറ്റ് നമ്മൾ വളരെ ഡൗൺ ആവും. സോ അത് വളരെ നോർമലാണ്, ഡൗൺ ആവുന്നത് വളരെ നോർമലാണ്. പക്ഷെ നമ്മൾ തിരിച്ചു വരണം. പലപ്പോഴും പല സ്റ്റുഡൻസ് തിരിച്ചു വരാറില്ല. അതാണ് പല ഡിപ്രഷനിലോട്ടും ആങ്സൈറ്റിയിലോട്ടൊക്കെ മാറുന്നത്. സോ അങ്ങനെ ആ ഒരു സ്റ്റേജിലെത്തി പിന്നെ വീണ്ടും നമ്മുടെ പ്രിപ്പറേഷൻ്റെ ആ ഒരു ഫാസ്റ്റ് നമുക്ക് കിട്ടില്ല. നമുക്ക് പല മെൻ്റൽ ഇമോഷൻസും വരും. സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവണം. ഗ്രേറ്റ്ഫുൾ ആകുക എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട കാര്യമാണ്. ഈവൻ ദോ നമ്മുടെ മാർക്കെല്ലാം ഫ്ലക്ച്വേറ്റ് ആവുന്നുണ്ടെങ്കിലും, ചില സമയത്ത് നമ്മൾ വിചാരിക്കാത്ത പോലെ സംഭവങ്ങൾ നടക്കുകയാണെങ്കിൽ പോലും, നമ്മളൊരു ഇമോഷണൽ സ്റ്റെബിലിറ്റി വേണം നമുക്ക്. എങ്കിലേ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈവൻ നമ്മുടെ എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്താണെങ്കിൽ പോലും, സോ ഫസ്റ്റ് ക്വസ്റ്റ്യന് നമുക്കറിയാത്ത ക്വസ്റ്റ്യൻ വന്നു, ഓക്കെ, പക്ഷെ നമ്മളത് കണ്ട് പാനിക് ആവുകയാണെങ്കിലോ നമ്മുടെ എൻ്റയർ എക്സാം കൊള്ളാവില്ലേ? സോ അതൊക്കെ തടയുന്നതിന് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവണം. ഞാൻ ജസ്റ്റ് വീണ്ടും പറയാൻ, ഇവിടെ മോട്ടിവേഷൻ അല്ല ഉദ്ദേശം. ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ടൂൾസ് തരികയാണ്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് 1 വീക്ക് നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് നോക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിനെ മാറ്റം മനസ്സിലാവും. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് ടൂൾ എന്ന് പറയുന്നത് കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് എന്നുള്ളതാണ്. നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രേറ്റ്ഫുൾ ആവണം. എങ്ങനെ ഗ്രേറ്റ്ഫുൾ ആവണം? നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ റിമൈൻഡ് ചെയ്യണം. സോ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കറൻ്റ്ലി മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോൾ 200 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത് വിചാരിച്ചോളൂ. നിങ്ങളുടെ എയിം എത്രയാണ്? നിങ്ങളുടെ എയിം എന്ന് പറയുന്നത് 600 മാർക്സാണ് നിങ്ങളുടെ എയിം. പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്നത് 200 മാർക്കാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾക്ക് 200 മാർക്ക് കിട്ടുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം, അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് 200 മാർക്ക് കിട്ടുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അതിന് ഗ്രേറ്റ്ഫുൾ ആണ്. ഗ്രേറ്റ്ഫുൾ ആയിട്ട് വേണം എന്ത് ചെയ്യണം, നമ്മൾ അടുത്തത് എയിമിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. പലപ്പോഴും എന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ, നമുക്ക് പ്രതീക്ഷിക്കാത്ത മാർക്ക് കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കുറ്റപ്പെടുത്തും. ഓക്കെ, അത് നമ്മൾ ഇമോഷണലി നമ്മൾ ഡൗൺ ആക്കും. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് ആണ്. അത് എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ എസ്പെഷ്യലി നിങ്ങൾ മോർണിംഗ് എണീക്കുമ്പോൾ, രാവിലെ എണീക്കുമ്പോൾ നമുക്കൊരു ഇമോഷണലി എണീറ്റ ഉടനെ ഒരു ലോ ഫീലിംഗ് ഒക്കെ വരുമല്ലോ. ഓക്കെ, അത് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്ത് ചെയ്യണം, എണീറ്റ ഉടനെ നിങ്ങൾ ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്യണം. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു ഫോർമാറ്റ് ഉപയോഗിക്കാം. നിങ്ങൾക്ക് എഴുതാം, ഐ ആം ട്രൂലി ബ്ലെസ്ഡ് ടു ഹാവ് എന്താണെന്നുള്ളത്. ദെൻ ബിക്കോസ്, എന്തുകൊണ്ടാണ് അതൊരു ബ്ലെസ്സിങ്. സോ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കറിയാം, ഞാൻ പറയാം, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഐ ആം ട്രൂലി ബ്ലെസ്ഡ് ടു ഹാവ് മൈ പാരൻസ്. വൈ, എന്തുകൊണ്ടാണ് അതൊരു ബ്ലെസ്സിങ് ആവുന്നത്? ബിക്കോസ് ദേ സപ്പോർട്ട് മീ. അതൊന്ന്. ദെൻ അടുത്തത്, ഇപ്പം നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഫോക്കസ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് എന്താണ്, ഇപ്പോൾ ഏകദേശം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു 300 മാർക്സാണ് കിട്ടുന്നത് വിചാരിച്ചോളൂ. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളൂ, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് നല്ല ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട്, നല്ല ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഈവൻ ദോ നിങ്ങൾ ഫിസിക്സിൽ കുറച്ച് വീക്കാണെങ്കിലും നിങ്ങൾ ബയോയിൽ നിങ്ങൾ എന്ത് പറയാം, നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് വിചാരിച്ചുള്ളൂ. അപ്പോൾ നിങ്ങൾ എവിടെയാണോ നിങ്ങൾ പെർഫോം ചെയ്യുന്നത് അതിന് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആവണം. ഓക്കെ, സോ സേ ഐ ആം ട്രൂലി ബ്ലെസ്ഡ് ടു ഹാവ് എന്ത് പറയാം, ഇപ്പം നിങ്ങൾക്ക് ഇത്ര മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇത്രയും മാർക്ക് കിട്ടുന്നുണ്ട് ബിക്കോസ് നിങ്ങൾ അത്രയും പഠിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ എക്സാമുമായിട്ട് കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള എന്തും ആവാം, നിങ്ങളുടെ പാരൻസിന് സപ്പോർട്ട് ആവാം, അത് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അപ് ടു യു. അപ്പോൾ കഴിയുമെങ്കിൽ 10 തവണ എഴുതണം. പക്ഷേ നമുക്ക് പലപ്പോഴും ടൈമിൻ്റെ ഒരു ഇഷ്യൂ വരെ, നമ്മൾ ലാസ്റ്റ് മന്ത് ആണല്ലോ, അപ്പോൾ നിങ്ങൾക്കൊരു മിനിമം കഴിയുമെങ്കിൽ 5 തവണയെങ്കിലും എഴുതാൻ നോക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളിത് ചെയ്തു വരുമ്പോൾ നിങ്ങളൊരു ഒരു റിഫ്ലക്ഷൻ ഫീൽ ചെയ്യും. നിങ്ങൾ ഈവൻ ദോ നിങ്ങളിൽ പലരും പല ഇതിലൂടെയും നെഗറ്റീവ് ഇമോഷനിലൂടെയും കടന്നു പോകുന്നവരായിരിക്കും. പക്ഷെ നിങ്ങളിത് എഴുതുമ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഗ്രേറ്റ്ഫുൾ ആണെന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരും ആക്ച്വലി. ഓക്കെ, ഞാനിത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സ്റ്റുഡൻസിന് വെച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആ ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ മിനിമം ഒരു 5 തവണ നിങ്ങൾക്ക് എഴുതാൻ കഴിയുമെങ്കിൽ നന്നായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് മറ്റൊരു ടൂളാണ്. സെക്കൻഡ് ടൂളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു പേപ്പറും പെന്നും എടുക്കണം. എന്നിട്ട് നിങ്ങളുടെ ടോപ്പ് ഡിസയേഴ്സ് എഴുതണം. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ഡോക്ടർ ആവണമല്ലോ. ഓക്കെ, നിങ്ങൾക്ക് ഡോക്ടർ ആവണം. സോ നിങ്ങളുടെ ഒരു വിഷയം എഴുതി, ഐ വാണ്ട് ടു ബിക്കം എ ഡോക്ടർ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം,
നിങ്ങൾക്ക് എനിക്ക് നീറ്റിൽ ഇത്ര മാർക്ക് സ്കോർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് സ്കോർ എന്നുള്ളത് അത് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എഴുതുമ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയ മാതിരി എഴുതണം നിങ്ങൾ. സോ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എഴുതുമ്പോൾ ഞാൻ ഓൾറെഡി ഡോക്ടറായി, ഓക്കെ, ഞാൻ ഓൾറെഡി മെഡിക്കൽ കോളേജിൽ കയറി എന്നുള്ള രീതിയിൽ നിങ്ങൾ എഴുതണം. അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ്? ഫസ്റ്റ് നിങ്ങൾ ഒരു അഡ്വാൻസ് ആയിട്ട് താങ്ക് യു പറയണം. ഇത് നടക്കാൻ പോകുന്ന കാര്യമാണ്, പക്ഷേ നമ്മൾ അഡ്വാൻസ് ആയിട്ട് താങ്ക് യു പറയണം. സോ താങ്ക് യു ദെൻ നിങ്ങളുടെ ഡിസയർ എഴുതണം. ഇതിൻ്റെ സയൻറ്റിഫിക് ബേസ് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് രണ്ട് മൈൻഡ് ഉണ്ട്, കോൺഷ്യസ് മൈൻഡ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ്. നമ്മുടെ എക്സാമിൻ്റെ തൊട്ടടുത്തേക്ക് എത്തുമ്പോഴേ നന്നായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമല്ലോ, ആ സമയത്ത് മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഇടപെടൽ വരുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ നടക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ ചെയ്ത് തുടങ്ങുമ്പോൾ നടന്നു പോകുമല്ലോ. ഇതെല്ലാം സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു ഇടപെടൽ കൊണ്ടാണ്. ഈ സബ് കോൺഷ്യസ് മൈൻഡിന് റിയാലിറ്റി ഏതാണ് അൺറിയാലിറ്റി ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇമാജിൻ ചെയ്ത് എഴുതുമ്പോൾ ഒന്ന് നിങ്ങൾക്കൊരു ഫീലിംഗ് കിട്ടും, ദെൻ അത് നടന്നതുപോലെ നിങ്ങൾ വിചാരിക്കും, അത് നടക്കാനുള്ള ടെൻഡൻസി കൂടും. ഇതിൻ്റെ സയൻറ്റിഫിക് ബേസൊക്കെ നമുക്ക് പിന്നീട് ഒരിക്കലും ഡിസ്കസ് ചെയ്യാം കൂടുതലായിട്ട്. ഇപ്പം നിങ്ങൾ ഈ ടൂൾസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾ എന്താണ്, ഇപ്പം നിങ്ങൾക്ക് ഫിസിക്സ് ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചല്ലോ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഫിസിക്സിൽ നിങ്ങൾ നന്നായിട്ട് പരീക്ഷ എഴുതിയ മാതിരി, ഫിസിക്സിൽ നിങ്ങൾ ഈസി ആയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന മാതിരി ഇമാജിൻ ചെയ്തിട്ട് അതിന് നിങ്ങൾ താങ്ക് യു പറയണം. ഇതാണ് സെക്കൻഡ് ടൂൾ എന്ന് പറയുന്നത്. ഓക്കെ, വളരെ എഫക്റ്റീവാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, നിങ്ങൾ ഇത് എഴുതിയതിന് ശേഷം ഇത് ഒന്നുകൂടി വായിക്കാം. ഒന്നുകൂടിയും വായിച്ചിട്ട്, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഡോക്ടർ ആവണമെന്ന് വിചാരിച്ചോളൂ. നിങ്ങൾ സപ്പോസ് ഒരു ഡോക്ടർ ആയിക്കഴിഞ്ഞാലുള്ള നിങ്ങളുടെ ഫീലിംഗ്, നിങ്ങളുടെ നീറ്റിൻ്റെ റിസൾട്ട് വരികയാണ്, നിങ്ങൾക്ക് ക്വാളിഫയിങ് ആയിട്ടുള്ള സീറ്റ് കിട്ടിങ് റാങ്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും ആ സമയത്ത് വരുന്ന ഇമോഷൻ, ആ ഇമോഷൻസിനൊന്ന് കുറിച്ച് ചിന്തിക്കുക. ഓക്കെ, ആ ഇമോഷൻസിനെ കുറിച്ചൊന്ന് ചിന്തിക്കുക. ദെൻ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, അത് നടന്നാലും നിങ്ങൾ ആദ്യം കാണുന്ന പേഴ്സൺ എങ്ങനെയായിരിക്കും, നിങ്ങൾ എങ്ങനെയാണ് അവരോട് റെസ്പോണ്ട് ചെയ്യുക. സേ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ റിസൾട്ട് വന്നു, നിങ്ങളുടെ മദറിനെ അല്ലെങ്കിൽ ഫാദറിനെ പോയിട്ട് ഇത് നിങ്ങൾ പറയുന്നൊരു കാര്യം ചിന്തിച്ച് നോക്കും. സോ ഇതിനെക്കുറിച്ച് ആലോചിക്കുക. പിന്നെ നിങ്ങൾ ചെയ്യുന്ന ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള തിങ്ങിന്, അതായത് നിങ്ങളുടെ റിസൾട്ട് വന്നു, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ഗിഫ്റ്റിനെ കുറിച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടാൻ പോകുന്ന ഒരു ഗിഫ്റ്റോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കാം. സോ ആ ഒരു ഇമോഷൻസിന് നിങ്ങൾ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് മാജിക് റോക്ക് പ്രാക്ടീസാണ്. ഇത് വളരെ സിമ്പിളാണ്. അതായത് നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന സമയമുണ്ടല്ലോ, ജസ്റ്റ് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങളൊരു റോക്ക് എടുക്കുക. അത് നിങ്ങളൊരു റോക്ക് നിങ്ങൾ കയ്യിൽ വെക്കണം. ഇനി ഒന്ന് കഴുകിയിട്ട് ഒരു റോക്ക് എപ്പോഴും കയ്യിൽ വെക്കുക, നിങ്ങളുടെ കിടക്കുന്നതിൻ്റെ കട്ടിലിൻ്റെ തൊട്ടടുത്ത് വെക്കുക. എന്നിട്ട് കിടക്കാൻ പോകുന്ന സമയത്ത് ആ ദിവസത്തിൽ സംഭവിച്ച ഏറ്റവും നല്ല ബെസ്റ്റ് മൊമെൻറ്റിനെ കുറിച്ചിട്ട് ഉള്ളിൽ നന്നായിട്ട് ഗ്രേറ്റ്ഫുള്ളായിട്ട് താങ്ക് യു എന്ന് 3 പ്രാവശ്യം പറയാം. സോ ഫോർ എക്സാമ്പിൾ ഇന്ന് നിങ്ങൾ ഫിസിക്സ് പഠിക്കാൻ വിചാരിച്ചു, നിങ്ങളൊരു ടേബിൾ ഇട്ടു, നിങ്ങൾ ഒരു ചാപ്റ്ററിൽ ഇത്ര ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സ് റഫായിരുന്നു, നിങ്ങളത് ഇന്ന് നന്നായിട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ അതിനെ ആലോചിച്ചിട്ട്, അതാണ് നിങ്ങളുടെ ബെസ്റ്റ് മൊമെൻ്റ് എന്ന് വിചാരിച്ചോളൂ, അതിനെ ആലോചിച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് ഉള്ളിൽ ഗ്രേറ്റ്ഫുള്ളായിട്ട് താങ്ക് യു എന്ന് പറയാം. സോ ഇതിൻ്റെയൊക്കെ ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാൻ ഫസ്റ്റ് പറഞ്ഞൊരു ടൂൾ ഉണ്ടല്ലോ, നിങ്ങളുടെ കൗണ്ട് യുവർ ബ്ലെസ്സിങ് എന്നൊക്കെ പറഞ്ഞാൽ, സയൻറ്റിഫിക്കലായിട്ടുള്ള ഒരു ഡാറ്റ അല്ലെങ്കിൽ ഒരു സ്റ്റഡി കാണിക്കുന്നത്, അത് നമ്മളൊരു 1 മന്ത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ നമ്മുടെ ഹാപ്പിനെസ് 25% കൂടുന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ ആദ്യം എടുത്ത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ നടക്കുമോ എന്നുള്ളൊരു തോട്ടൊക്കെ വരാം. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യാം, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളത് ട്രൈ ചെയ്യണം. ഇനീഷ്യലി കുറച്ച് ഓക്കേർഡായിട്ട് നിങ്ങൾക്ക് തോന്നാം, ഓക്കെ, അത് നമ്മുടെ ആ മെൻ്റൽ സ്റ്റേറ്റ് കൊണ്ടാണ്. പക്ഷേ നിങ്ങളത് ചെയ്ത് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് എന്ത് ചെയ്യുക, വലിയൊരു റിസൾട്ട് നിങ്ങൾക്ക് തരുന്നുള്ള ഒരു സംശയമില്ല. അപ്പം നിങ്ങൾക്ക് ഒരു എക്സ്റ്റേണൽ മോട്ടിവേഷൻ്റെ ആവശ്യമില്ല. സോ ഇതൊരു മെൻ്റൽ പ്രാക്ടീസാണ്, ഒന്നുമില്ല. സയൻറ്റിഫിക് ബേസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹാപ്പി ഹോർമോൺസ് കൂട്ടുകയാണ് ഈ ടാസ്കിലൂടെ. സോ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എല്ലാം കൂടും. നമ്മുടെ ഏത് റിലീജിയസ് സംഭവങ്ങൾ എടുത്താലും നിങ്ങൾ പറയുന്നുണ്ടാവും, നമുക്ക് കിട്ടിയതിൽ ഗ്രേറ്റ്ഫുൾ ആയവർക്കാണ് കൂടുതൽ കിട്ടുക എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ. അതുപോലൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു മെയിൻ പർപ്പസ്. ഈ വീഡിയോൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ, ഞാൻ പല വീഡിയോൻ്റെയും കമൻറ്റ് സെക്ഷനിൽ കണ്ടെന്ന് ഒരുപാട് കുട്ടികൾ ഇമോഷണലി സ്ട്രഗിൾ ചെയ്യുന്നത്. സോ അവരെല്ലാം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ദെൻ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ടൂൾസ് എല്ലാം അപ്ലൈ ചെയ്തിട്ട് നമുക്കിതിനെ ഈസി ആയിട്ട് മാറ്റാൻ കഴിയുന്നതേ ഉള്ളൂ. സോ എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക, ഒപ്പം നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്.